ഹലോ ഫ്രണ്ട്സ്, ഫോസ്റ്റർ കേരളയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കേട്ടതാണ് കൊല്ലത്തും അവിടെയൊക്കെ AC പൊട്ടിത്തെറിക്കുക, കത്തുക, റൂമൊക്കെ കത്തിപ്പോവുക എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇതെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് ഉണ്ടാകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം, നമ്മുടെ വീട്ടിലെ വയറിങ്ങുകളും കാര്യങ്ങളുമൊക്കെ എത്ര പുതിയതാണെങ്കിലും എത്ര പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുള്ളതാണെങ്കിലും ചില അശ്രദ്ധകൾ കൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ AC റിമോട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ റിമോട്ടിൽ AC അങ്ങ് ഓഫ് ചെയ്തിട്ട് നേരെ അങ്ങ് പോവുകയാണ് പതിവ്. എന്നാൽ AC ഒരു പ്രധാനമായിട്ട് നമ്മൾ ഒരു സ്വിച്ച് ഉണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകാറുണ്ട്. അപ്പോൾ ഈ സ്വിച്ച് ഓഫ് ചെയ്യാത്തത് ഒരു പ്രധാന കാരണമായിട്ട് വരും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇടിമിന്നൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ AC ഇത് ഇടിമിന്നലും അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ട് അത് ഒന്നെങ്കിൽ ഫെയിലിയർ ആകാം, അല്ലെങ്കിൽ AC എപ്പോഴും പവർ കയറി കിടക്കുന്നതാണ്. അപ്പോൾ അങ്ങനൊരു കണ്ടീഷനിലും ചിലപ്പോൾ AC തകരാറ് കൊണ്ടോ ചില പ്രശ്നങ്ങൾ കൊണ്ടോ ഒക്കെ AC ഈ പറയുന്ന പോലെ കത്ത് പിടിക്കുകയോ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുകയോ അങ്ങനെയൊക്കെയുള്ള പല ചാൻസുകളും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ കൺട്രോൾ ആയിട്ടുള്ള സ്വിച്ച് ഓഫ് ചെയ്യുക. DB ആയിരിക്കും, ഒരു DBയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡബിൾ പോൾ സ്വിച്ചോ ആയിരിക്കും സാധാരണഗതിയിൽ AC പവർ സ്വിച്ചായിട്ട് വെക്കുക. ആ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ AC കറണ്ട് കയറി കിടന്നിട്ട് ചില പ്രശ്നങ്ങൾ സംഭവിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതൊരു പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ELCB എന്ന് പറയുന്ന അല്ലെങ്കിൽ RCCB എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഉണ്ട്, നമ്മുടെ DB ബോക്സിനകത്ത് ഇരിക്കുന്ന സാധനം. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, അതിൽ പ്രസ് ചെയ്യുമ്പോൾ അത് ഓഫ് ആകുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ അത് ഓഫ് ആകുന്നുണ്ടെങ്കിൽ നമ്മുടെ എർത്തിങ് എല്ലാം കറക്റ്റാണ്, അല്ലെങ്കിൽ നമ്മുടെ സർക്യൂട്ടിലുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അങ്ങനെ എർത്ത് ആവുന്നില്ല, അല്ലെങ്കിൽ അത് ട്രിപ്പ് ആവുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് എന്തോ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. ഒന്നെങ്കിൽ എർത്തിൻ്റെ കംപ്ലയിൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ELCB അല്ലെങ്കിൽ RCCBയുടെ കൺട്രോൾ ആയിരിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കുകയാണെങ്കിൽ നമ്മുടെ ഇടിമിന്നലിൽ നിന്നും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഷോർട്ട് സർക്യൂട്ടുകളിൽ നിന്നും, പ്രത്യേകിച്ച് AC പോലുള്ള ഡിവൈസുകളുടെ ഇതിൽ നിന്ന് വരുന്ന ഷോർട്ട് സർക്യൂട്ടുകളിൽ നിന്നും നമുക്ക് മാക്സിമം രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കത്തിപ്പിടിക്കുന്നതും എല്ലാം തന്നെ ഒഴിവാകും എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മളൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ വീട്ടിലിരിക്കുന്ന ELCB എന്ന് പറയുന്നത് ഏത് റേഞ്ചിൽ വരുന്നതാണെന്നുള്ളത്. അതിൻ്റെ ആംബിയർ റേറ്റിംഗ് ഉണ്ട്. 25 ആംബിയർ, 32 ആംബിയർ, 40 ആംബിയർ, 63 ആംബിയർ, അങ്ങനെയുള്ള പല ആംബിയർ റേറ്റിങ്ങുകളുണ്ട്. ഇതുപോലെ തന്നെ 30 മില്ലി ആംബിയർ, 100 മില്ലി ആംബിയർ എന്ന് പറയുന്ന വേറൊരു റേറ്റിംഗും നമ്മെ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമുള്ള ലോഡിനനുസരിച്ച് നമ്മുടെ ലോഡ് എന്തുമാത്രം ഉണ്ടെന്നുള്ളത് കണക്കാക്കി, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങൾ എന്തെല്ലാമാണ് ഒരേ സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്നത് എല്ലാം കണക്കാക്കിയിട്ട് നമ്മളുടെ ആവശ്യത്തിനുള്ള റേഞ്ചിലുള്ള ഒരു ELCB ആയോ അല്ലെങ്കിൽ RCCB ആയിരിക്കണം നമ്മൾ കണക്ട് ചെയ്തിരിക്കേണ്ടത്. അല്ലാതെ നമ്മൾ വളരെ കൂടിയൊരു RCCB കണക്ട് ചെയ്തിട്ട് ഒരിക്കലും ട്രിപ്പ് ആവാത്ത വിധത്തിൽ ചെയ്തു വെച്ചാലും അത് വളരെ പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ അത് കാരണം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, RCCBയോ ELCBയോ കണക്ട് ചെയ്യുമ്പോൾ അത് കറക്റ്റ് റേറ്റിംഗ് ഉള്ളതായിരിക്കണം എന്നുള്ളതായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ വയർ എല്ലാം ക്ലിയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന റേറ്റിങ്ങിലുള്ള വയർ തന്നെ കൃത്യമായിട്ട് ഉപയോഗിക്കണം. കാര്യം അല്ലാതെ അതിനേക്കാൾ വണ്ണം കുറഞ്ഞ വയറോ അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ വയറോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനുള്ള ആംബിയർ റേറ്റിംഗ് ക്ലിയർ ആവത്തില്ല. മാത്രമല്ല അതിൻ്റെ പുറത്തുകൂടിയുള്ള കോട്ടിങ് പെട്ടെന്ന് ചൂടാകാനും തീ പിടിക്കാനും ചാൻസസ് ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള വയറെല്ലാം കൃത്യമായ ഗേജിലുള്ളത് തന്നെ ഉപയോഗിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. പിന്നെ നമ്മൾ AC കണക്ട് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ വയറെല്ലാം നമ്മൾ സാധാരണഗതിയിൽ ബൾബൊക്കെ കത്തിക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെ ഈ കാണുന്ന പോലെയൊക്കെ വയറൊക്കെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം പ്രശ്നങ്ങളാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്ലാസ്റ്റിക് വയറുകളായിരിക്കും ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാകും. അതുപോലെ തന്നെ വൃത്തിയായിട്ട് വയർ ചെയ്യാനും നമ്മൾ പറയണം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വയർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്നതും, അതുപോലെ തന്നെ കൂടുതൽ വയറുകൾ ഒരേ പൈപ്പിനകത്തൂടെ പോകുന്നതും ഇതെല്ലാം ടെമ്പറേച്ചർ കൂടാനും അതുപോലെ തന്നെ അത് കത്ത് പിടിക്കാനൊക്കെ ചാൻസസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു കാരണവശാലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതുപോലുള്ള ഹെവി ലോഡായിട്ടുള്ള AC മോട്ടോർ പോലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ACയുടെ ആവശ്യത്തിന് വേണ്ടി കൃത്യമായി ഒരു 10 കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. AC കൃത്യമായ ഇടവേളകളിൽ സർവീസ് ചെയ്യുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അത് സർവീസ് ചെയ്യേണ്ട ആവശ്യമെന്ന് പറഞ്ഞാൽ AC എന്തെങ്കിലും ചെറിയ കംപ്ലയിൻറ്റുകളുണ്ടോ എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കിക്കുന്നത് നല്ലതാണ്. ഒരു മിനിമം ഒരു 6 മാസമോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലോ നമ്മൾ കൃത്യമായ ഇടവേളകളിൽ ACയുടെ സർവീസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കാര്യം AC പോലുള്ള സാധനങ്ങൾ നമ്മൾ കിടന്നുറങ്ങി കഴിഞ്ഞിട്ടാണ് കംപ്ലയിൻറ്റ് വരുന്നതെങ്കിൽ നമ്മൾ അറിയില്ല. അപ്പോൾ അത് അപകടം കൂടുതലുണ്ടാക്കാൻ ചാൻസസ് ഉണ്ട്. പിള്ളേരൊക്കെ നമ്മുടെ റൂമുകളിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല, ഈ പറയുന്ന പോലെ പുകയോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കൃത്യമായ ഒരു ഇടവേളകളിൽ 6 മന്ത്സിലോ അല്ലെങ്കിൽ 1 ഇയറിലോ നമ്മൾ കൃത്യമായത് സർവീസ് ചെയ്യിക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യമാണ്, കേബിളും അതുപോലെ തന്നെ കാര്യങ്ങളുമൊക്കെ കൃത്യമായ റേറ്റിങ്ങിലുള്ളത് തന്നെ ഉപയോഗിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചൂടായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള തീപിടുത്തങ്ങൾ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. AC വേണ്ടി വയർ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അതിനുവേണ്ടി മാത്രമായിട്ടൊരു വയർ കൃത്യമായി ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ സാധാരണ ഒരു ബൾബിന് കൊടുക്കുന്ന ലോഡിൽ നിന്നോ അങ്ങനെയുള്ള വയറുകളിൽ നിന്നോ ഒരു കാരണവശാലും AC സപ്ലൈ കൊടുക്കാതിരിക്കുക. ഇതൊരു പ്രധാന ആവശ്യമാണ്.
നമ്മൾ എ സി പ്രവർത്തിക്കുന്ന സമയത്ത് മാക്സിമം ഡോറ് ജനൽ അതുപോലെ തന്നെ നമ്മളുടെ റൂമുകളിലുള്ള ഹോളുകളെല്ലാം കൃത്യമായി അടച്ചിടാനായിട്ട് ശ്രമിക്കുക. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തണുപ്പുള്ളിൽ നിന്നാൽ മാത്രമേ എ സി ടൈം ബീയിങ് ആയിട്ട് കട്ടാവത്തുള്ളൂ. അപ്പോൾ കട്ടായില്ലെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം എ സി ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ ടെമ്പറേച്ചർ കൂടും, എ സിയുടെ അകത്തുള്ള ഇലക്ട്രോണിക് സർക്യൂട്ടിനും അതുപോലെ തന്നെ അതിൻ്റെ പല കാര്യങ്ങളിലും ഭയങ്കരമായിട്ടുള്ള ചൂട് കൂടാൻ ചാൻസസ് ഉണ്ട്. അങ്ങനെയും എ സിക്ക് കംപ്ലയിൻറ്റ് വരാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ മാക്സിമം എല്ലാ ഡോറും ജനലും കൃത്യമായി അടച്ച് തന്നെ ഉപയോഗിക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ എ സിയുടെ ഫിൽറ്ററുകൾ എന്ന് പറയുന്ന കുറേ ഭാഗങ്ങളുണ്ട്. നമുക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന ഈ ഫിൽറ്റർ യൂണിറ്റുകൾ അത് കൃത്യമായി നമ്മൾ എടുത്ത് ക്ലീൻ ചെയ്ത് വെക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മുറിക്കകത്തെ പൊടി മുഴുവനും ഇതിനകത്തൂടെ വലിച്ചെടുക്കുന്നത് കൊണ്ട് ഈ ഫിൽറ്റർ എല്ലാം അടഞ്ഞു പോകുമ്പം ഫാനിന് മാക്സിമം ലോഡ് വരും. അപ്പോൾ ഒരു കാരണവശാലും നല്ല രീതിയിൽ കാറ്റ് വരികയോ അല്ലെങ്കിൽ തണുക്കുകയോ ഒന്നും ചെയ്യാതെ ആവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ എ സിക്ക് ലോഡ് കൂടിയിട്ട് എ സിക്ക് ടെമ്പറേച്ചർ കൂടും, എ സിയുടെ അകത്തുള്ള ടെമ്പറേച്ചർ കൂടും. അങ്ങനെയും എ സി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെയാണ് എ സിയുടെ ഔട്ട്ഡോർ യൂണിറ്റുകൾ എന്ന് പറയുന്നത്. ഔട്ട്ഡോർ യൂണിറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, വീടിന് പുറത്തായിട്ട് ഇരിക്കുന്ന ഭാഗങ്ങൾ. ആ ഭാഗത്ത് നമ്മളുടെ ഒരു പ്രധാന കാര്യമായിട്ട് അതിനകത്തെ എയർ വരാനും അതിനകത്തൊരു ഫാനുണ്ട്. അപ്പോൾ ആ ഫാനിനകത്ത് നിന്ന് എയർ പുറത്തേക്ക് പോകാനും അത് ചൂടാവാതെ നിൽക്കാനും ഒക്കെ ശ്രമിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം എയർ സർക്കുലേഷൻ അതിന് വരത്തക്ക വിധത്തിൽ അല്ലെങ്കിൽ അതൊരു പെട്ടിക്കകത്തൊക്കെ വെക്കുകയോ അങ്ങനെയുള്ള അടച്ചിടുകയോ ഒന്നും ചെയ്യാത്ത വിധത്തിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് ടെമ്പറേച്ചർ കൂടിയിട്ട് അതിന് കംപ്ലയിൻറ്റ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ കേസ്. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഉപയോഗം കഴിഞ്ഞാൽ ഉടനെ തന്നെ എ സിയുടെ സ്വിച്ച് ഓഫ് ചെയ്യുക. ഒരു കാരണവശാലും അത് ഓഫ് ചെയ്യാതെ പോകരുത്. അത് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ഏതെങ്കിലും കാരണവശാൽ ഇതിനകത്തേക്ക് സപ്ലൈ ചെല്ലുക എന്നൊരു കണ്ടീഷൻ ഉള്ളതുകൊണ്ട് തന്നെ അതിനകത്ത് ഇതുപോലുള്ള തീപിടുത്തങ്ങളോ അല്ലെങ്കിൽ പൊട്ടിത്തെറികളോ ഒക്കെ ഉണ്ടാകാൻ ചാൻസസ് ഉള്ളത് കൊണ്ട് തന്നെ അതിനകത്തുള്ള എ സിക്കകത്തേക്ക് വരുന്ന സപ്ലൈ അങ്ങ് ഓഫ് ചെയ്തിട്ടേക്കുക. അപ്പോൾ പിന്നെ യാതൊരു കാരണവശാലും അതിനകത്ത് പവർ ഇല്ലാത്തത് കൊണ്ട് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഏതെങ്കിലും കാരണവശാൽ നമ്മൾ എ സി ഇട്ടു പക്ഷേ തണുക്കുന്നില്ല എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആ എ സി കൂടുതൽ സമയം ഉപയോഗിക്കരുത്. അതപ്പം തന്നെ സർവീസിങ്ങിന് വേണ്ടി ചെയ്യുക. കാര്യം ഇല്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതൊരു കംപ്ലയിൻറ്റ് നമ്മൾ വിളിച്ച് പറഞ്ഞ് അവരെ കൊണ്ട് നന്നാക്കിക്കുക. കാര്യം എന്ത് കംപ്ലയിൻറ്റ് കൊണ്ടാണ് എ സി തണുക്കാത്തത് എന്ന് നമുക്ക് ചിലപ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ അറിയാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ എ സിയുടെ ഏതെങ്കിലും ഭാഗത്തുണ്ടാകുന്ന ബ്ലോക്കോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണെങ്കിൽ അതും ഈ കംപ്രസർ പോലെയുള്ള ഭാഗങ്ങളൊക്കെ ബ്ലാസ്റ്റ് ചെയ്യാനൊക്കെ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഒരു കാരണവശാലും തണുക്കുന്നില്ലെങ്കിൽ അധികം നേരം ഇട്ട് എ സി പ്രവർത്തിപ്പിക്കാതിരിക്കുക. പിന്നെ നമ്മളോട് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് എ സി എന്ന് പറയുന്ന ഒരു റൂമിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമ്മൾ കപ്പാസിറ്റി തീരുമാനിക്കണം എന്ന്. അത് ഒരു എ സി മെക്കാനിക്കിൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആർക്കിടെക്റ്റിൻ്റെ എഞ്ചിനീയറുടെ സഹായത്തോടുകൂടി നമുക്ക് ആ എ സി എത്ര പവറിൻ്റെയാണ് നമ്മൾ ആ റൂമിനകത്തേക്ക് വേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് ആ എ സികൾ തന്നെ ഉപയോഗിക്കുക. വലിപ്പം കുറഞ്ഞ എ സികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എ സി കട്ടാവുന്നില്ല എന്നൊരു പ്രശ്നം ഉണ്ടാവും. അതോടുകൂടി തന്നെ എ സി കൂടുതൽ ചൂടാവും. അതുപോലെ തന്നെ വലിയ പ്രശ്നങ്ങളും അല്ലെങ്കിൽ എ സിക്ക് ഏറ്റവും കൂടുതൽ ലൈഫ് കിട്ടാതെ വരികയും ചെയ്യുന്ന പല കാര്യങ്ങളും സംഭവിക്കുന്നത് ഇതുപോലെ തന്നെ വലിയ മുറിക്കകത്ത് ചെറിയ എ സി വെക്കുന്നത് കൊണ്ട് സംഭവിക്കുന്ന കേസുകളാണ്. ഒരു കാരണവശാലും കുറേ അധികം നാൾ ഉപയോഗിക്കാതിരുന്ന എ സി പെട്ടെന്ന് കയറി ഓണാക്കരുത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്തെല്ലാം കംപ്ലയിൻറ്റുകളുണ്ടെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഗ്യാസിൻ്റെ ഫേം എന്താണെന്നോ ഒരു കാര്യങ്ങളും നമുക്ക് മനസ്സിലാവാതിരിക്കുന്നൊരു കണ്ടീഷനിൽ കുറേ അധികം വർഷങ്ങളായിട്ട് ഉപയോഗിക്കാതിരിക്കുന്നൊരു എ സി പെട്ടെന്ന് അങ്ങ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഹ്യൂമിഡിറ്റി പോലുള്ള പല പ്രശ്നങ്ങളും കൊണ്ട് ഇതിൻ്റെ പല ഭാഗങ്ങൾക്കും കംപ്ലയിൻറ്റ് വരാം. കംപ്ലയിൻറ്റ് വരുന്നതിനേക്കാളും കൂടുതൽ അപകടം ഉണ്ടാക്കുന്ന ഒരു സാധനം കൂടിയാണ്. കാര്യം ഇതിനകത്തിരിക്കുന്ന ഗ്യാസ് എന്ന് പറയുന്നത് വളരെ അപകടകരമായൊരു സാധനമാണ്. അതൊക്കെ നമ്മൾ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെ വളരെ അധികം നാൾ ഉപയോഗിക്കാതിരിക്കുന്ന എ സികളൊന്നും തന്നെ പെട്ടെന്ന് കയറി ഓൺ ചെയ്ത് ഉപയോഗിക്കരുത്. ഇതുപോലെ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന എ സിയിലുണ്ടാകുന്ന ചെറിയ പുക പോലെ കാണുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും സ്മോക്കോ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം തന്നെ പവർ ഓഫ് ചെയ്യുക. മാക്സിമം DB ഓഫ് ചെയ്ത് തന്നെ നമ്മൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. കാര്യം മറ്റുള്ള വയറിങ് ഭാഗങ്ങളിലേക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ കയറി വരാതിരിക്കാൻ വേണ്ടി ഇത് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതുപോലെ തന്നെ എ സിയുടെ ഒരു പ്രധാന പ്രശ്നമാണ് നമ്മുടെ വീട്ടിലെ DB ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പായി പോകും. എ സി ചിലപ്പോൾ കുത്തിയിട്ടിട്ടുണ്ടാവും, നമ്മളത് ശ്രദ്ധിക്കാറില്ല. എ സി കുത്തിയിട്ടിരിക്കുന്ന കണ്ടീഷനിലും നമുക്ക് അറിയാൻ പറ്റില്ല ഇത് എന്തിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണ് ഈ ട്രിപ്പായി പോകുന്നതെന്ന്. അപ്പോൾ നമ്മൾ എ സി എല്ലാം ഡിസ്കണക്ട് ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് ദിവസം നമ്മൾ ചെക്ക് ചെയ്യുക. അങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രിപ്പ് ആവുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം ഏതെങ്കിലും എ സിയിൽ ഇൻറ്റേർണൽ ഷോർട്ടിങ്ങോ അല്ലെങ്കിൽ എർത്ത് ലീക്കേജോ സംഭവിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പായി പോകുന്നത്. നമ്മൾ വിചാരിക്കും എ സിയുടെ സ്വിച്ച് ഓൺ അല്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ട്രിപ്പാകുന്നതെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ എ സിയുടെ സ്വിച്ച് ചിലപ്പം സിംഗിൾ വേ സ്വിച്ച് ആയിരിക്കും, അത് ഓൺ ആവണമെന്നില്ല. എർത്ത് ലീക്കേജ് സംഭവിക്കാനായിട്ട് അത് ഓൺ ആവണമെന്നില്ല. ചില കണ്ടീഷനുകളിൽ ഈ പറയുന്ന എ സി ഓഫായിരുന്നാൽ കണ്ടീഷനിൽ പോലും ചിലപ്പോൾ ട്രിപ്പാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എ സിക്കകത്തെ കംപ്രസറിൻ്റെയും അതുപോലെ തന്നെ അങ്ങനെയുള്ള ചില ഭാഗങ്ങളുടെയും അല്ലെങ്കിൽ ഇലക്ട്രോണിക് സർക്യൂട്ടുകളുടെയൊക്കെ കംപ്ലയിൻറ്റ് കൊണ്ടാണ് സംഭവിക്കുന്നത്. ചില സമയത്ത് ഹ്യൂമിഡിറ്റി കൊണ്ടും ഇങ്ങനെ സംഭവിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എ സി ആണോ ട്രിപ്പാവാൻ കാരണം എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. എ സി ഒന്ന്
ഊരിയിട്ടിട്ട് കുറച്ച് ദിവസം ഊരിയിട്ട് കഴിയുമ്പോൾ ട്രിപ്പ് ആവുന്നില്ലെങ്കിൽ ആ എ സിക്ക് ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ എ സി അങ്ങോട്ട് കണക്ട് ചെയ്യുന്ന ടൈമിന് തന്നെ എ സി പ്ലഗിലോട്ട് പ്ലഗ് ചെയ്യുന്ന ടൈം തന്നെ സ്വിച്ച് ഇട്ടിട്ടില്ലെങ്കിൽ പോലും ട്രിപ്പ് ആവുന്നുണ്ടെങ്കിൽ ആ എ സിക്ക് എന്തോ തരത്തിലുള്ള കംപ്ലയിൻ്റ് ഉണ്ട്. അത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഒരേ ഒരു മാർഗ്ഗം. അപ്പോൾ എ സിയിൽ നിന്നുള്ള അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് പ്രധാനമായിട്ട് ഇത്രയധികം കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രധാനമായിട്ട് എ സി എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നമായിട്ട് നമുക്കുള്ളത് ഇതിനകത്തിരിക്കുന്ന ഗ്യാസാണ്. അതുപോലെ തന്നെ ഇത് ബ്ലാസ്റ്റ് ചെയ്യാൻ ചാൻസസ് ഉള്ള കംപ്രസർ പോലെയുള്ള ഉപകരണങ്ങളും ഇതിനകത്തുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എ സിയെ വളരെയധികം ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം എ സി വർക്ക് ചെയ്യിക്കാൻ. ഇതുപോലെയുള്ളൊരു പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ ഏവർക്കും നമസ്കാരം.